വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഇരുചക്ര വാഹനങ്ങളിൽ എല്ലായ്പ്പോഴും വ്യത്യസ്തതയാർന്ന വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ടി വി എസിൻ്റെ തന്നെ 2 വാഹനങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഈ പറയുന്ന 110 cc ശ്രേണിയിൽ അവൈലബിൾ ആണ്. ടി വി എസ് വിക്ടർ, അതൊരു 3 വാൽവ് ഉള്ള വാഹനമാണ്, എൻജിൻ വാഹനമാണ്. അതുകൂടാണ്ട് തന്നെ ടി വി എസിൻ്റെ സ്റ്റാർ സിറ്റി, ഇത് രണ്ടും 110 cc ശ്രേണിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെയും ചില കോമ്പറ്റീറ്റേഴ്സ്, അപ്പോൾ ഈ വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല അവസരങ്ങളിലും ഈ വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങളെ ബീറ്റൻ അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനോ പറ്റാത്ത പല ഫീച്ചേഴ്സ് അവൈലബിൾ അല്ല എന്നറിഞ്ഞതുകൊണ്ടാവാം ഇപ്പോൾ ഒരു പുതുക്കിയ ഒരു വാഹനം, ഒരു പുതിയ ഡിസൈനിലും അതിലേറെ കുറച്ച് ഫീച്ചേഴ്സുമായിട്ട് ഈ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ അതേ ശ്രേണിയിൽ തന്നെ പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു പുതിയ വാഹനം ഇപ്പോൾ ടി വി എസ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാഹനത്തിൻ്റെ പേര് ടി വി എസ് റേഡിയൻ. cc ശ്രേണിയിൽ 2 വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ടി വി എസ് ഈ റേഡിയോൻ അവതരിപ്പിച്ചിരിക്കുന്നത് ചില വ്യത്യസ്തയാർന്ന ഡിസൈനും അതോടൊപ്പം തന്നെ ചില ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തതാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ വാഹനത്തിന് ആദ്യം നമുക്ക് തോന്നുന്നത് ഒരു പഴയ ക്ലാസിക് ഡിസൈനായ ജാവയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഡിസൈൻ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നതായിട്ട് തോന്നും. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ മുന്നിലെ വൈസറിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇതിന് ഒരു LED DRLs നമുക്ക് ഹെഡ്ലാമ്പിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഒരു ക്രോം അക്സെൻറ്റ് ഈ LED വൈസറിൽ ഈ നൽകിയിട്ടുണ്ട്. ഒരു ക്രോമിൻ്റെ ഒരു അക്സെൻസ്, അത് വാഹനത്തിൻ്റെ ഒരു ബ്യൂട്ടി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ മുന്നിൽ നിന്നുള്ള ഒരു അപ്പിയറൻസ് നന്നാക്കാൻ വേണ്ടിയിട്ട് സഹായകരമായിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ടോട്ടലി ഈ പറയുന്ന മൊത്തം ഒരു ഡിസൈൻ എടുത്താൽ തന്നെയും അത് ഒരു പുതുക്കി അല്ലെങ്കിൽ ഇതുവരെ ടി വി എസ് അവതരിപ്പിച്ചിട്ടില്ലാത്ത കോമ്പറ്റീറ്റേഴ്സായിട്ടുള്ള സ്പ്ലെൻഡറിനെയൊക്കെ പിന്നിലേക്ക് വരുമ്പോൾ ഒരു സ്പ്ലെൻഡറിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായിട്ട് 65 മുതൽ 70 km/L ആണ് ഈ വാഹനത്തിൻ്റെ മൈലേജ് ആയിട്ട് കമ്പനി അവകാശപ്പെടുന്നത്. അതൊരു പക്ഷേ ഒരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് തന്നെ മാറാൻ 2 വാൾവ് വാഹനമാണിത്. എൻജിൻ 5 വർഷത്തെ വാറണ്ടിയോടും കൂടെയാണ് ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എൻജിൻ പോർഷനിൽ. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അലോയ്സിലേക്ക്, ഇപ്പോൾ ഞാൻ ഡിസൈനിലേക്ക് വന്നതിൻ്റെ അലോയ്സിലേക്ക് പോകുമ്പോൾ 18 ഇഞ്ചസിൻ്റെ അലോയ്സ് ആണ്. അത് 5 സ്പോക്ക് ആയിട്ടുള്ള അലോയ്സ് ആണ്. 4 വ്യത്യസ്തമാർന്ന കളറുകളിലാണ് ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്ലാക്ക്, വൈറ്റ്, നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഈ വാഹനം ബ്ലാക്ക് ആണ്, വൈറ്റ് ഉണ്ട്, ബീജ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്. ഈ 4 കളേഴ്സിലാണ് ഈ വാഹനം വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ വാഹനത്തിന് നമുക്ക് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാവുന്ന, പക്ഷേ അതിപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വാഹനങ്ങളിലെല്ലാം ഉള്ളത് തന്നെയാണ്. മറ്റു വാഹനങ്ങളിൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതിലേക്ക് സിങ്ക് എന്നുള്ള പേരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വാഹനത്തിന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുന്നിലും ബാക്കിലുമായിട്ട് 60-40 റേഷ്യോയിൽ ബ്രേക്ക് അപ്ലൈ ആയിട്ട് വാഹനം അപകടങ്ങൾ ഒഴിവാക്കുന്ന രീതിയിൽ, അതിപ്പോൾ എല്ലാ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മിക്ക വാഹനങ്ങളിലും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചറായിട്ട് നമുക്കത് കരുതുന്നില്ല.
ഇനി ഇതിൻ്റെ കൺസോളിലേക്ക് പോകുമ്പോൾ ഇതൊരു അനലോഗ് കൺസോൾ തന്നെയാണ്. നമുക്ക് രണ്ട് പോർഷനായിട്ട് ഡ്യുവലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഫ്യൂൽ ഇൻഡിക്കേഷനും ഒക്കെ നമുക്ക് നോർമലി ഉള്ളത് തന്നെയാണ്, എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ സൈഡ് സ്റ്റാൻഡ് വീണ്ടും എടുക്കുകയാണെങ്കിൽ ലൈറ്റ് നമുക്ക് ഇദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സൈഡ് സ്റ്റാൻഡ് ലൈറ്റ് അവൈലബിൾ ആണ്, ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ. അതുകൂടാണ്ട് ഈ വാഹനത്തിന് ആക്ച്വലി ഒരു എക്കണോമി എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതായത് നമ്മൾ പവർ വാഹനത്തിന് കൊടുക്കുന്ന സമയത്ത് ഒരു ആവശ്യത്തിൽ കൂടുതലുള്ള പവർ അല്ലെങ്കിൽ കറക്റ്റായിട്ടല്ല വണ്ടി ഓടിക്കുന്ന അതിൽ റെഡ് ലൈറ്റ് കത്തുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഫ്യൂൽ കൺസംപ്ഷൻ കൂടുതലാണ്. കാരണം ഇത് 65 to 70 മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഈ കമ്പനി പറയുന്ന രീതിയിൽ തന്നെ വാഹനം ഓടിച്ചാൽ മാത്രമേ അത് അവൈലബിൾ ആകൂ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂടെയാണ് ഇത്തരത്തിലുള്ളൊരു എക്കണോമി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഈ വാഹനത്തിന് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ വാഹനത്തിന് സെൽഫ് സ്റ്റാർട്ടും കിക്ക് സ്റ്റാർട്ടും അവൈലബിൾ ആയിട്ടുള്ളതാണ്. 4 കളേഴ്സിലാണ് ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ 4 കളേഴ്സിലും സീറ്റ്സിൻ്റെ കാര്യം വരുമ്പം സിംഗിൾ സീറ്റ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരേ കളർ സീറ്റുമാണ്. ഇതൊരു ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു സീറ്റല്ല, സെപ്പറേഷൻ ഇല്ല, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സിംഗിൾ സീറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. ബ്രൗൺ കളറിലാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ പറയുന്ന ഈ ഗ്രാബ് റെയിൽ പോയിട്ട് ബാക്കി വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പോർഷനിലും ബ്ലാക്ക് കളറിലേക്ക്, അതായത് കളർ ബ്ലാക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ സസ്പെൻഷൻ്റെ വരുന്ന ആ റിംഗ് ഉൾപ്പെടെ ഈ പറയുന്ന ബ്ലാക്ക് കളറിലേക്കാണ് അത് നൽകിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നിൽ 5 രീതിയിൽ അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയർ സസ്പെൻഷനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മുന്നിൽ പോകുമ്പോൾ അത് ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഇതിൻ്റെ മാത്രം ഒരു USP ഫീച്ചറായിട്ടൊന്നും പറയാനില്ലെങ്കിൽ കൂടെയും കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കിടപിടിക്കുന്ന ഒരു ഡിസൈൻ, ലൈക്ക് കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് സ്പ്ലെൻഡർ ഉണ്ട്, CD ഡോൺ ഉണ്ട്, പിന്നെ ഹോണ്ടയുടെ ഡ്രീം ഉണ്ട്, പ്ലാറ്റിന. ഇത്തരത്തിലുള്ള വണ്ടികൾ ഈ വാഹനത്തിൻ്റെ ഒരു കോമ്പറ്റീറ്റർ സെഗ്മെൻറ്റിലുള്ള വാഹനമായിട്ട് തന്നെ നമുക്ക് കരുതാം. ഇത്തരം വാഹനങ്ങളുമായിട്ട് കിടപിടിക്കുന്ന ഒരു മൈലേജും ഒരു ഡിസൈനിലും കുറച്ച് വ്യത്യസ്തത കൊണ്ടുവന്നിട്ട് ആണ് ഇപ്പോൾ ഈ വാഹനം വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പവർ 8.4 bhp വിത്ത് 7000 RPM ആണ്. അത് ടോർക്കിലേക്ക് പോകുമ്പോൾ 8.7 Nm ടോർക്ക് വിത്ത് 5000 RPM ആണ്. ഇത് ഒരു 4 സ്ട്രോക്ക് വാഹനമാണ് വിത്ത് 2 വാൽവ് എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. 5 ഇയേഴ്സിൻ്റെ വാറണ്ടി ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. ഇത് ആക്ച്വലി ഈ 110cc ശ്രേണിയിൽ തന്നെ നമുക്ക് വേറെ ഞാൻ പറഞ്ഞ പോലെ 2 വാഹനങ്ങളുണ്ട്. നമ്മുടെ TVSൻ്റെ തന്നെ വാഹനമാണ് ഈ വിക്ടറും ഈ പറയുന്ന സ്റ്റാർ സിറ്റി എന്ന് പറഞ്ഞ വാഹനം. അത് 110cc-യിലാണ്. രണ്ടും 2 കാറ്റഗറിയിലാണ് വരുന്നത്. ഒന്ന് കുറച്ച് പവർ കൂടുതലാണ്, ഒന്ന് എന്നാൽ മൈലേജ് പോർഷനിൽ കുറച്ച് മുന്നിലാണ്. ബട്ട് ഈവൻ ദോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പല ഘടകങ്ങളെയും കോമ്പീറ്റ് ചെയ്യാനുള്ള കുറച്ച് ഡ്രോബാക്സ് ആ വാഹനങ്ങളിലുണ്ട് എന്ന് ഒരുപക്ഷെ കമ്പനി തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം ഇത്തരത്തിലുള്ളൊരു പുതിയ ഡിസൈനിലൊരു വാഹനം കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പുതുക്കി അവതരിപ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു വാഹനം വിപണിയിലേക്ക് അവതരിപ്പിക്കാനായിട്ട് TVSനെ പ്രേരിപ്പിച്ച ഒരു ഘടകമെന്ന് നമുക്ക് തോന്നുന്നു. ഇത് നമുക്ക് ആക്ച്വലി ഞാൻ വാഹനം റൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു വളരെ ഈസിയായിട്ട് ഹാൻഡിൽസ് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഹാൻഡിൽസാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. എഞ്ചിനും ഈ പറയുന്ന ഒരുപാട് ശബ്ദമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജെർക്കിങ്ങോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു കംഫർട്ടബിളായിട്ട് സസ്പെൻഷൻ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, റിയർ സസ്പെൻഷൻ ഒരു 5 സ്റ്റെപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിയർ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി വെഹിക്കിൾ എന്ന് പറയാം. ഈ പറയുന്ന ത്രസിപ്പിക്കുന്ന യൗവനത്തിന് അത്രത്തോളം, അല്ലെങ്കിൽ ഒരു റേസിങ്ങിൽ അല്ലെങ്കിൽ ഒരു ത്രസിപ്പിക്കുന്ന ഒരു യൗവനം ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറും ഈ വാഹനത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല. ഒരു
ഫാമിലി വെഹിക്കിളായിട്ട് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയുന്ന ചില ഫീച്ചേഴ്സ് നൽകിക്കൊണ്ടും ഈ പറയുന്ന പഴയ ഒരു ക്ലാസിക് ഡിസൈൻ എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ജാവയുടെ ഒരു ഡിസൈനിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങും കൂടെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഈ വാഹനം വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ്. വെൽക്കം ടു സെലിബ്രിറ്റി സെഗ്മെൻറ്റ്. ഹായ്, ഞാൻ സംഗീത ശിവൻ. ഇന്ന് ഡ്രീം ഡ്രൈവിൽ ഞാനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എൻ്റെ വാഹന വിശേഷങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. എൻ്റെ വാഹന വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 18 വയസ്സാവാൻ നോക്കിയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ലൈസൻസ് എടുക്കുന്നത് ഞാൻ അംബാസഡർ കാർ ഓടിച്ചിട്ടാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം എടുത്ത വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് ലാൻസറാണ് എടുത്തത്. അപ്പോൾ അത് ഇച്ചിരി വലിയ വണ്ടിയൊക്കെ എനിക്ക് ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വണ്ടി ആദ്യം എടുത്ത് പഠിച്ചതുകൊണ്ട് അതിലോടിച്ചാണ് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് തെളിഞ്ഞത് എന്ന് പറയാം. അതിനുശേഷമാണ് ഞാൻ സ്വിഫ്റ്റ് കാർ എടുക്കുന്നത്. ഇപ്പം ഇതിലിങ്ങനെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ വണ്ടിയിലെ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും ഒക്കെ കൂടെ ഒരു ലോങ് ട്രിപ്പ് പോയത് ഊട്ടി, മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോയി, ഗൂഡല്ലൂർ പോയി. അപ്പോൾ പോയപ്പം ഇങ്ങനെ കാട്ടിൽ കൂടെയുള്ള യാത്ര. അപ്പം ഞാൻ കുഞ്ഞുവായിൽ വലിയ വർത്താനം പറയാമെന്ന് വിചാരിക്കരുത്, സത്യമായിട്ടും കണ്ട കാര്യമാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു വലിയ ആന, ഒരു ആന മാത്രമല്ല കുറേ ആന വന്നു. അപ്പോൾ ഒന്നും ഇങ്ങനെ പേടിച്ചു, വണ്ടിയൊക്കെ നിർത്തി. ഈ വണ്ടി അതൊക്കെ എനിക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസേ ഡ്രൈവിങ്ങിൽ അങ്ങനെ പറയാനായിട്ടുള്ളൂ. ഞാനല്ല ഡ്രൈവിങ് ചെയ്തതെങ്കിൽ കൂടി നമുക്ക് അടുത്തു കൂടെ ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായതൊക്കെ ഈ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തപ്പോഴാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണുന്നതിൽ ഇങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ലല്ലോ. അത് കാരണം എനിക്ക് ജാഗ്വാർ ഭയങ്കര ഇഷ്ടമാണ്. ജാഗ്വാർ എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ആ ഒരു എന്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാഗ്വാർ ഓടിക്കണം, ജാഗ്വാർ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങൾ നമുക്കാവാമല്ലോ. പിന്നെ അതുപോലെ ഇപ്പം ഈ സ്വിഫ്റ്റിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ വണ്ടിയോട്. ഞങ്ങൾ കല്യാണത്തിന് ശേഷമാണ് ഈ വണ്ടി എടുക്കുന്നത്. ഈ വണ്ടി ഞങ്ങളുടെ പഴയ വണ്ടി മാറ്റിയിട്ട് ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങളുടെ മൊത്തം യാത്രയും കംപ്ലീറ്റ് യാത്രകളും എല്ലാം ഈ വണ്ടിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയോട് എപ്പോഴും ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. പിന്നെ ഇപ്പോൾ മോനായി കഴിഞ്ഞിട്ടാണെങ്കിലും ഹസ്ബൻഡ് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ യാത്രയിലായിരിക്കും. ഞാൻ മോനായിട്ടാണ് എല്ലായിടത്തും ട്രാവൽ ചെയ്ത് പോവാറ്. ഹസ്ബൻഡിൻ്റെ വീട് കടവന്ത്രയാണ്, എൻ്റെ വീട് കളമശ്ശേരിയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമുള്ള യാത്ര മോനായിട്ട് പോകുന്നതും എല്ലാം കാറിലാണ്. അവന് കാറിൽ ഒരു അവൻ്റേതായിട്ടുള്ളൊരു സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവനുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എവിടെ പോയാലും അവനുണ്ടാവും കൂടെ. പിന്നെ ഷൂട്ടിന് പോകുമ്പോൾ മാത്രം അവനെ കൊണ്ടുപോകാറില്ല. കാരണം ഷൂട്ടിൻ്റെ സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കൊണ്ടുപോകാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ യാത്ര കംപ്ലീറ്റ് നമ്മുടെ ഈ കുഞ്ഞു വണ്ടിയിലാണ്.
വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിന് പോയി തുടങ്ങിയപ്പോൾ ഉള്ള ഇതാണ്. ഷൂട്ടിന് പോകുമ്പം എപ്പോഴും എൻ്റെ വണ്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് ഇപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിലും കൊണ്ടുപോകാനൊക്കെ കംഫർട്ടബിളായിട്ട് എപ്പോഴും നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു വണ്ടി ഉള്ളപ്പം നമുക്ക് എപ്പോഴും ഒരു സുഖമാണ് അല്ലേ, ഇങ്ങനെ ഡ്രസ്സ് ചുമന്നുകൊണ്ട് പോകണ്ട. അത് കാരണം അത് കാരണം വണ്ടി എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ കൂടുതലും എൻ്റെ സീരിയലിൻ്റെയൊക്കെ ഷൂട്ട് ട്രിവാൻഡ്രത്താണ് വരിക. അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് ഡ്രൈവ് ചെയ്താണ് പോവാറ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വണ്ടി കാർ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഓടിക്കാൻ പറ്റുമോ. എനിക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ആയതുകൊണ്ട് വീട് എനിക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല, പക്ഷേ എവിടെയെങ്കിലും കയറ്റി പാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ള സിറ്റുവേഷനൊക്കെ ആലോചിച്ചിട്ട് വണ്ടി എടുക്കാനേ തോന്നിയിരുന്നില്ല ആദ്യമേ. പിന്നെ നേരത്തെ മുതൽ സ്കൂട്ടർ ഓടിക്കുമായിരുന്നു. കോളേജിലൊക്കെ പോകുമ്പോഴും സ്കൂട്ടർ ഓടിച്ചുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാറ് ഓടിച്ച് എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് കാറ് എടുക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്. വിനു എന്നാണ് പേര്. അപ്പോൾ പുള്ളിയാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത്, വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും ഡ്രൈവിംഗ് പഠിക്കാനും ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യാനും ഇപ്പോഴും വണ്ടി ഓടിക്കുന്നതും ഒക്കെ പുള്ളിയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. ഇപ്പം എനിക്ക് എൻ്റെ മോനായതിന് ശേഷം ഞാൻ ലോങ് ഡ്രൈവ് അങ്ങനെ ചെയ്യാറില്ല. കാരണം അവനെ കൂട്ടിയിട്ട് പോകുമ്പം അവനെപ്പോഴും എനിക്ക് ഡ്രൈവിങ്ങിന് എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാറില്ല. അവൻ എൻ്റെ അടുത്തേക്ക് വരണം, സീറ്റിലിരിക്കണം, വഴിയിലിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഡ്രൈവേഴ്സിനെ വിളിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഹസ്ബൻഡും ഞാനും മോനും കൂടെയാണ് യാത്രയൊക്കെ ചെയ്യാറ്. മോനായതിന് ശേഷം എനിക്ക് ലോങ് ഡ്രൈവ് പോകാൻ ശരിക്കും വണ്ടി ഓടിക്കാൻ അത്ര ഇഷ്ടമല്ല. വണ്ടിയിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഹസ്ബൻഡ് നല്ലൊരു ഡ്രൈവറാണ്, പുള്ളി നന്നായിട്ട് ഓടിക്കും വണ്ടി. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ സുഖമായിട്ട് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അമ്മ എപ്പോഴും ചീത്ത പറയും ഞാൻ കിടന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോവും. പുള്ളി ഇവിടെ എത്തുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ അറിയണേ ഇവിടെ എത്തിയെന്ന്. പിന്നെ ഇപ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ മോനെ ഇവിടെ വീട്ടിലാക്കിയിട്ട് ആണ് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ഷൂട്ടിന് പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറിൽ വേഗം എത്താനാണ് നോക്കാറ്. മിക്കവാറും അതുകൊണ്ട് തന്നെ കാറിൽ തന്നെയാണ് യാത്ര മൊത്തം. നമ്മുടെ ഈ സ്വിഫ്റ്റിലാണ് എൻ്റെ ഷൂട്ടിംഗ് യാത്രകളെല്ലാം ഉണ്ടാവാറ്. പിന്നെ ഞാൻ ട്രിപ്സ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടുമ്പോഴത്തേനും ഹസ്ബൻഡും മോനുമായിട്ട് തന്നെയാണ് യാത്ര. ഞങ്ങൾ ദൂരെയൊക്കെ പോകുമ്പോഴത്തേക്കും പുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്കിങ്ങനെ സുഖമായിട്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രാഫിക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നാറില്ലേ? പക്ഷേ എനിക്ക് ട്രാഫിക് ഇഷ്ടമാണ്. എറണാകുളത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുറേ ബ്ലോക്ക് ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, നമുക്ക് ഇച്ചിരി തിരക്കായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം അയ്യോ വേഗം എത്തണം എന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷേ എനിക്ക് ട്രാഫിക്കിലൂടെ പോകാനാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം, എന്തൊക്കെയാണ് പുതിയ ബിൽഡിങ്സൊക്കെ ആണെങ്കിലും എല്ലാം ഞാനിങ്ങനെ കണ്ട് നോക്കി പോകാനായിട്ടാണ് എനിക്കിഷ്ടം. സാജൻസ് കോസ്റ്റ്യൂം കർട്സി മെൻസ് വേൾഡ് ബാലരാമപുരം. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് കൗമുദി.